ഞങ്ങൾ മുന്തിരിപ്പാടത്തേക്ക് വന്നത് അരീക്കോടിന് പ്രിയദർശിനി ബസ്സിലാണ്. ഞാൻ അവിടെ നിന്ന് കയറിയാണ് സുൽത്താൻ ബത്തേരിയാണ് ഇറങ്ങിയപ്പം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അടിപൊളി. മുന്തിരിപ്പാടം കണ്ടപ്പോൾ പോവാനേ തോന്നില്ല. സൂപ്പറാണ്. കൃഷി ജീവിതമാർഗം മാത്രമല്ല, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള വഴിയാണെന്ന് തെളിയിക്കുകയാണ് മലപ്പുറം നിലമ്പൂർ സ്വദേശി സുരേഷ് കുമാർ. വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭവും കൃഷിയെ തകർത്തതോടെ നിരാശപ്പെടാതെ പുതിയ സാധ്യതകൾ തേടിയിറങ്ങിയ കർഷകൻ. അദ്ദേഹം കേരള അതിർത്തിയോട് ചേർന്ന കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ തരിശായി കിടന്ന ഭൂമി പാട്ടത്തിനെടുത്തു. ഇന്ന് അവിടെ ആരുടെയും മനം കവരുന്ന മുന്തിരിത്തോപ്പാണ്. ഈ ജൈവ മുന്തിരിത്തോട്ടം കാണാൻ ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്കാണ്. 12ഓളം ഏക്കറിലാണ് സുരേഷ് കുമാറും കൂട്ടായ്മയിലെ സുഹൃത്തുക്കളും ചേർന്ന് ജൈവ രീതിയിൽ കൃഷി നടത്തുന്നത്. കേരളത്തിൽ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മുന്തിരിയാണ് ഏക്കർ കണക്കിന് പാടത്ത് വിളഞ്ഞു നിറഞ്ഞു നിൽക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 3 വർഷം മുമ്പ് തുടങ്ങിയ കൃഷി മികച്ച വിജയം കണ്ടതോടെയാണ് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചത്. രാസവളങ്ങളും രാസകീടനാശിനികളും പരമാവധി ഒഴിവാക്കിയാണ് കൃഷി. പുകയില കഷായം, ബോർഡോ മിശ്രിതം, ചുണ്ണാമ്പ് ലായനി തുടങ്ങിയ പരമ്പരാഗത ജൈവ രീതികളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മികച്ച വിളവ് ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് സുരേഷ് കുമാർ. വൈനും ജ്യൂസും നിർമ്മിക്കാൻ അനുയോജ്യമായ കറുത്ത മുന്തിരിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഏക്കറിൽ ഏകദേശം 250 ചെടികൾ വരെ നട്ടുപിടിപ്പിക്കാം. നല്ല പരിപാലനമുണ്ടെങ്കിൽ ഒരു ഏക്കറിൽ ഏകദേശം 10 ടൺ വരെ ഉൽപാദനം ലഭിക്കുമെന്നാണ് കർഷകരുടെ കണക്ക്. വർഷത്തിൽ 2 തവണ വിളവെടുപ്പ് നടത്താൻ കഴിയും. വിളവെടുപ്പ് ആരംഭിച്ചാൽ കിലോയ്ക്ക് 70 രൂപ നിരക്കിൽ മുന്തിരി നേരിട്ട് ഉപഭോക്താക്കൾക്ക് നൽകാനാണ് തീരുമാനം. അടുത്ത ഘട്ടമായി കുരുവില്ലാത്ത മുന്തിരി ഇനങ്ങളും നട്ടുപിടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇദ്ദേഹം. മുന്തിരിത്തോട്ടം മാത്രം കാണാനല്ല, പ്രകൃതിയുടെ വർണ്ണോത്സവം കാണാൻ കൂടിയാണ് സഞ്ചാരികൾ ഗുണ്ടൽപേട്ടിലെ കൃഷിയിടത്തിലെത്തുന്നത്. സൂര്യകാന്തി, ചെണ്ടുമല്ലി എന്നിവയുടെ പൂപ്പാടങ്ങളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. അവധി ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഫോട്ടോഷൂട്ടുകളും കുടുംബസമേതമുള്ള സന്ദർശനങ്ങളും കൃഷിയിടത്തിന് കൂടുതൽ ജനപ്രീതി നേടിക്കൊടുക്കുന്നു.